നമസ്കാരം പ്രിയമുള്ളവരെ, ആസാദിയുടെ ഗ്ലോബൽ ന്യൂസ് ഡെസ്കിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. കെ പോപ്പ് ഡെമൺ ഹണ്ടർ എന്ന ഒരു മൂവി, ഒരു ആനിമേഷൻ മൂവിയാണ്. നെറ്റ്ഫ്ലിക്സിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ട മൂവി എന്ന വിധത്തിൽ വളരെയധികം ഖ്യാതി നേടിയ ഒരു മൂവി. അതിപ്പോൾ വലിയ വിവാദമായിരിക്കുകയാണ്. വിവാദത്തിന് കാരണം ഇംഗ്ലണ്ടിലെ ഒരു ക്രിസ്ത്യൻ സ്കൂള്, ലില്ലിപുട്ട് ചർച്ച് ഓഫ് ഇംഗ്ലണ്ട് ഇൻഫൻറ്റ് സ്കൂള്, ആ ഒരു മൂവിയുടെ പാട്ടുകൾ കുട്ടികൾ പാടില്ലെന്ന് നിരോധിച്ചിരിക്കുകയാണ്. പേരൻസിന് അവർ അയച്ച മെസ്സേജസിൽ പറയുന്നു, ഈ മൂവിയിലെ പ്രത്യേകിച്ച് ഈ ഡെമണെക്കുറിച്ചുള്ള, ഭൂതങ്ങളെക്കുറിച്ചുള്ള ആശയങ്ങൾ വളരെയധികം അൺകംഫർട്ടബിളാണ്. അതുകൊണ്ട് കുട്ടികൾ ആ പാട്ടുകൾ പാടരുത് എന്ന് നിരോധിച്ചിരിക്കുകയാണ്. ഈ നിരോധനം മാത്രമല്ല, പൊതുവേ ഈ മൂവിയുടെ ഒരു പോപ്പുലാരിറ്റി, അതുപോലെ തന്നെ ഒരു കൾട്ട് മൂവിയായിട്ട് ഈ മൂവി വളർന്നു കഴിഞ്ഞപ്പോൾ ഈ മൂവിയുടെ ആശയങ്ങളെക്കുറിച്ച് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റികൾക്കിടയിൽ വളരെ വലിയ ചോദ്യങ്ങൾ ഉയർന്നു വരികയാണ്. കെ പോപ്പ് ഡെമൺ ഹണ്ടേഴ്സ് എന്നാണ് ഈ മൂവിയുടെ പേര്. കെ പോപ്പ് എന്ന് പറഞ്ഞാൽ കൊറിയൻ പോപ്പുലർ മ്യൂസിക് എന്നാണ് അതിൻ്റെ അർത്ഥം. കെ പോപ്പ് എന്നത് ഈ അടുത്ത സമയങ്ങളിൽ കൊറിയൻ പാട്ടുകൾ, കൊറിയൻ പോപ്പ് മ്യൂസിക് വളരെ ലോകത്തിൽ പോപ്പുലറാകുകയും ഭാഷാ വ്യത്യാസമില്ലാതെ, ഈ പറഞ്ഞതുപോലെ കൾച്ചറൽ വ്യത്യാസമില്ലാതെ പുതിയ തലമുറ വളരെ ഏറ്റെടുത്ത പാട്ടുകളാണ് കൊറിയൻ പോപ്പ് സംഗീതങ്ങൾ. ഈ അടുത്ത സമയങ്ങളിലൊക്കെ നമ്മൾ ഈ കൊറിയൻ പാട്ടുകളുടെ ഒരു പ്രചരണത്തെക്കുറിച്ച്, അത് യൗവനക്കാരുടെ ഇടയിൽ ഉണ്ടാക്കുന്ന സ്വാധീനത്തെക്കുറിച്ച് പല പ്രാവശ്യങ്ങളിലും ചർച്ച ചെയ്തിട്ടുണ്ട്. ഈ ഒരു മൂവി നെറ്റ്ഫ്ലിക്സിൽ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു മൂവി ഈ ഒരു കൊറിയൻ പോപ്പ് സംഗീതവുമായിട്ടുള്ള ബന്ധത്തിൽ, കൊറിയയുമായിട്ടൊക്കെയുള്ള ഒത്തിരി ബന്ധത്തിൽ എടുത്തിട്ടുള്ള ഒരു മൂവിയാണ്. മൂവിയിൽ അഭിനയിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ പോലും ഇത് AI-യുടെയൊക്കെ ഒരു സഹായത്തോടുകൂടെ അഭിനയിക്കുന്ന ആളുകളെ ഒരുതരം ആനിമേഷൻ ക്യാരക്ടേഴ്സിനെ പോലെ അവതരിപ്പിച്ചുകൊണ്ടുള്ള ഒരു മൂവിയാണ്. അതുകൊണ്ട് സാധാരണ കണ്ടുപരിചയിച്ച മൂവികളുടെ ഒരു സിസ്റ്റമല്ല, വളരെ വ്യത്യസ്തതയുള്ളൊരു മൂവി എന്ന നിലയിൽ ഇതിന് പെട്ടെന്ന് പ്രചാരം ലഭിക്കുകയായിരുന്നു. ആനിമേഷനായിട്ടാണ് ഈ മൂവി കാണിക്കുന്നത്. ഈ മൂവിക്കെതിരെ ഇങ്ങനെ വലിയ വിമർശനങ്ങൾ ഉണ്ടാകാൻ ഉള്ള പല കാരണങ്ങളിൽ ഒന്ന്, ഇംഗ്ലണ്ടിലെ സ്കൂളിൽ മൂവി നിരോധിച്ചു കഴിഞ്ഞപ്പോൾ അത് വാർത്തയിൽ വന്നപ്പോഴാണ് എന്താണ് ഈ മൂവി എന്ന് എനിക്ക് ഒന്ന് അന്വേഷിക്കുവാൻ ഇടയായി തീർന്നത്. ഞാൻ മനസ്സിലാക്കിയ ചില വിവരങ്ങൾ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുകയാണ്. ഒന്നിലധികം കാരണങ്ങൾ കൊണ്ട് ഈ മൂവി ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി എതിർക്കുന്നു, ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് കൺസേൺ ഉണ്ട്. കാരണം ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ഇതൊരു കൾട്ട് മൂവിയായിട്ട് വളരുകയാണ്. കൾട്ട് മൂവി എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഒരു വലിയ വൈഡായിട്ടുള്ള ഒരു കൂട്ടം ആളുകളെ ഇതിൻ്റെ ആരാധകരാക്കി മാറ്റുന്നു. ആ ആരാധകർ ഇതൊരു സത്യമാണ് എന്ന വിശ്വാസത്തോടുകൂടെ ഈ മൂവിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് അവർ ആ മൂവിക്ക് വേണ്ടി ജീവിക്കുന്നു. ആ തരത്തിലേക്ക് ആളുകളെ സ്വാധീനിക്കുവാൻ കഴിവുള്ള മൂവികളെയാണ് കൾട്ട് മൂവി എന്ന് പറയുന്നത്. അതായത് ഒരു സർട്ടൻ ആളുകളെ, ഒരു ഗ്രൂപ്പിനെ ഈ മൂവിയുടെ സ്ഥിരം അനുയായികളാക്കി മാറ്റത്തക്കവണ്ണം സ്വാധീനം ചെലുത്തുന്ന മൂവി. അപ്പോൾ ഇത് വലിയ ഒരു സ്വാധീനമാണ് ആളുകളുടെ മേൽ ഉണ്ടാക്കിയിരിക്കുന്നത്. ചെറുപ്പക്കാരുടെ മേൽ മാത്രമല്ല, ഈ മൂവി ഡിസൈൻ ചെയ്തിരിക്കുന്നത് പ്രായമുള്ളവർക്കും കൂടെ താല്പര്യം വരത്തക്ക രീതിയിലാണ്. മൂവിയിലെ ഏറ്റവും വലിയ പ്രശ്നം, ഇതിനകത്ത് 3 പെൺകുട്ടികളുള്ള ഒരു ഗേൾസ് ബാൻഡ് അവരുടെ പാട്ടുകളിലൂടെ ഭൂതങ്ങളെ കീഴടക്കുക എന്നൊരാശയമാണുള്ളത്. അപ്പോൾ ഇതിനകത്തൊരു പ്രശ്നം വരുന്നത്, പാട്ടുകൾ പാടിയാൽ, പ്രത്യേകിച്ചും ഈ മൂവിയിലെ പാട്ടുകൾ പാടിയാൽ ഭൂതങ്ങൾ കീഴടങ്ങും എന്ന ഒരു മിത്ത് ആളുകളുടെ ഇടയിൽ പ്രചരിക്കുന്നു. മാത്രമല്ല, ഈ മൂവിയിലെ തന്നെ 3 പെൺകുട്ടികളുള്ള ഈ ബാൻഡിൽ പ്രധാനപ്പെട്ട ക്യാരക്ടറായിട്ട് അഭിനയിക്കുന്ന ആ ഒരു ക്യാരക്ടർ ആ റൂമി ഹാഫ് ഡെമൺ ആണെന്നാണ് ആ മൂവിയിലൂടെ പറഞ്ഞു വെക്കുന്നത്. അതായത് LGBT ഗ്രൂപ്പിൽ ക്യൂർ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. സ്വന്തം ബോഡിയുടെ ഐഡൻറ്റിറ്റിയെ വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കാതെ അതിൽ ഉത്കണ്ഠയോടുകൂടി ജീവിക്കുന്ന വ്യക്തികൾ. അപ്പോൾ ഈ ഒരു റൂമി എന്ന് പറയുന്ന ക്യാരക്ടർ പകുതി ഭൂതമായിട്ടുള്ള ഒരു ക്യൂർ ക്യാരക്ടറാണ്. അപ്പോൾ LGBT ഗ്രൂപ്പുകാരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു മൂവി ഈ ഭൂതങ്ങളെ പുറത്താക്കുന്നതിനെക്കുറിച്ചുള്ള പുതിയ ആശയങ്ങൾ, കുട്ടികളുടെ ഇടയിൽ പാട്ടുപാടിയാൽ മതി ഭൂതങ്ങൾ കീഴടങ്ങുമെന്ന തെറ്റായ ഒരു ആശയം കൊണ്ടുവരുന്ന മൂവി. അതുപോലെ തന്നെ ഈ റൂമി പലപ്പോഴും പറയുന്നുണ്ട്, അകത്തുള്ള വൂൺസ് മാറണമെങ്കിൽ കൺഫസ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ഏറ്റു പറഞ്ഞു കഴിഞ്ഞാൽ വൂൺസ് മാറും. പ്രത്യേകിച്ചും ഇതൊരു ക്രിസ്തീയ ആശയമായിട്ട് നമുക്ക് തോന്നാം. പക്ഷേ പ്രശ്നം എന്താണെന്നറിയാമോ, ഈ കൺഫഷൻ ആരോടാണ്? സ്വയമായിട്ട് കൺഫസ് ചെയ്യുക, യേശുവിനോട് അല്ലെങ്കിൽ കർത്താവിനോട് കൺഫസ് ചെയ്യണം എന്നുള്ള ക്രിസ്ത്യൻ ആ ഒരു വിശ്വാസത്തെ തകിടം മറിച്ചുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല, സ്വയമായിട്ട് കൺഫസ് ചെയ്താൽ മതി എന്ന ഒരു ആശയം. അങ്ങനെ പല വിധത്തിൽ ഈ മൂവി ദോഷകരമാകുന്ന ഒരു കൾച്ചർ,
ഒരു വിശ്വാസം ആളുകളുടെ ഇടയിലേക്ക് കൊണ്ടുവരുന്നു. 6 ഗ്രാമി അവാർഡുകൾക്ക് ഇപ്പോൾ നോമിനേറ്റ് ചെയ്തിട്ടുള്ള മൂവിയാണ്. അത്രയധികം പാട്ടുകൾക്ക് പ്രശസ്തമായ മൂവിയാണ് ഈ പറഞ്ഞ ചെറുപ്പക്കാരുടെ ഇടയിൽ വലിയ സ്വാധീനമുണ്ടാക്കുന്നത്. മാത്രമല്ല, ഈ മൂവിയുടെ 3 പെൺകുട്ടികളുള്ള ബാൻഡ് ഭൂതങ്ങളെ എതിർക്കുന്നെങ്കിൽ ആ ഭൂതങ്ങൾ ആ മൂവിക്കകത്ത് വളരെ ഗ്ലാമറസ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ്. ഈ പെൺകുട്ടികൾക്ക് എതിരെ വർക്ക് ചെയ്യുന്ന ഒരു ബോയ്സ് ബാൻഡിനെയാണ് ഭൂതങ്ങളായിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അങ്ങനെ പൊതുവെ വളരെ ഗ്ലാമറസ് ആയിട്ടുള്ള ഭൂതങ്ങളെ കാണിച്ച് ഭൂതങ്ങളോട് ഒരു ആരാധനയൊക്കെ തോന്നത്തക്ക ഒരു വിധത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു മൂവി. അതുകൊണ്ട് തന്നെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി, പ്രത്യേകിച്ച് ഈ സ്കൂളൊക്കെ തന്നെ നിരോധിച്ചു. അത് നമ്മുടെ കുട്ടികൾക്ക് അല്ല മുതിർന്നവർക്ക് ആർക്കും ഒരു യോജിച്ച ഒരു ആശയമല്ല. ഒരു കൾട്ട് മൂവിയായിട്ട് അത് വളരുന്നു എന്ന വിധത്തിൽ ആശങ്കയോടുകൂടി ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി കാണുന്ന ഒരു മൂവി. ഇത്തരം കാര്യങ്ങൾ നമ്മുടെ കുട്ടികൾ ശ്രദ്ധാലുക്കളായിരിക്കണം എന്ന ഒരു മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് ഈ ന്യൂസ് ബുള്ളറ്റിനോട് അവസാനിക്കുകയാണ്. ദൈവം വളരെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ.